ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഇത്. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കൻ നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഉപ്പും വിനീഗറും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ചിക്കൻ ഇട്ട് വെച്ചിട്ട് അതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ചിക്കനിൽ നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഇത് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി വെളിച്ചെണ്ണ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാനിത് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഒറ്റ ബാച്ചായിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ പൊരിച്ചെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കരിവേപ്പിലയിൽ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ചിക്കന് കിട്ടുക. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ബാച്ചായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു സൈസിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കി ചിക്കൻ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാണ്ട് ഫ്രൈ ആക്കണം എന്നില്ല. പുറമെ ഒന്ന് ക്രിസ്പിയായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിൽ നിന്ന് കോരി മാറ്റാം. വല്ലാണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫുള്ളായിട്ടും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണയിലേക്ക് ഞാനിവിടെ ഒരു 7 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ മുകളിൽ ലാസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണത്. ഇപ്പോൾ വറ്റൽമുളക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ വറുത്ത എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 25 ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാള കട്ട് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടാണ് ഇത്. അപ്പോൾ ഈ പൊടികളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഈ ചതച്ച മുളകിൻ്റെ പച്ചക്കുത്ത് ഒന്ന് മാറ്റിയെടുക്കണം. അതുവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചതച്ച മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സോസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കന്മേ ഈ മസാല നന്നായിട്ടൊന്ന് പിടിക്കണ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഈ സോസൊക്കെ ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നന്നായിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.